ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്ത്യൻ ബ്രൈഡ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തനംതിട്ടയിൽ തിരുവല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ ബ്രൈഡിന്റെ ബ്രദറും അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു. റൂമിലെത്തിയ ശേഷം ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷപ്പായി ഫുഡും കഴിച്ച് കിടന്നായിരുന്നു. നല്ല ടയേർഡായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വാതിലിറന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഇന്നലെ രാത്രി വന്ന് കിടന്നുറങ്ങിയത്. രാത്രി ഇരുട്ടത്ത് വന്നതുകൊണ്ട് ഇതൊന്നും കണ്ടില്ലായിരുന്നു. വേഗം വന്ന് കിടന്നുറങ്ങിയതായിരുന്നു. ആകെ മൊത്തം ടയേർഡായിരുന്നു. കാരണം അത്രയും ദൂരം നമ്മൾ ട്രെയിനിലിരുന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നു. വടകര ടു തിരുവല്ല എന്ന് പറയുന്നത് ഇത്തിരി ദൂരമല്ലല്ലോ, കുറച്ചുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ട്രെയിൻ ജേണി ആകെ മൊത്തം മുഷിപ്പിച്ചിരുന്നു. ദേ നമ്മുടെ മുന്നിൽ ഈ കാണുന്നത് ഒരു ചുണ്ടൻ വള്ളമാണ്. മത്സരത്തിലൊക്കെ പങ്കെടുത്ത ഒരു വള്ളമാണിതെന്നാണ് ഇവർ പറഞ്ഞത്. ദേ ആ വീട് കണ്ടോ? നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയുടെ ഓണറുടെ വീടാണ് ആ കാണുന്നത്. ഇവർക്ക് കൃഷിയാണെന്ന് തോന്നുന്നു. താറാവ് കൃഷിയും മത്സ്യകൃഷിയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് നടന്നു പോകുന്ന വഴിയാണിത്. ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം മാളവിക. മേക്കപ്പ് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മയേ ഉണ്ടാവത്തില്ല. ഏറ്റവും ലാസ്റ്റാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്. അപ്പോഴേക്കും ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. മാളവികയുടെ മനസ്സമ്മതത്തിന്റെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരുവല്ലയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ബ്രൈഡിന് അങ്ങനെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പും ഒരു ഹെയർ സ്റ്റൈലും അത്ര മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരായിട്ടല്ലേ എടുക്കണ്ടേ? അല്ല, എന്റെ സിംഗിൾ. എന്നെ നീ വിളിക്കൂ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ഇത്. ഹലോ. ആ ബാക്ക്ഗ്രൗണ്ട് കേട്ട ശബ്ദം വേറെ ആരുടെയല്ല, ബ്രൈഡിന്റെ ബ്രദറിന്റെയാണ്. ബ്രൈഡും ബ്രൈഡിന്റെ ബ്രദറും കൂടെ നമ്മളെ മത്സരിപ്പിച്ച് ചിരിപ്പിക്കുകയായിരുന്നു. എല്ലാവരും നല്ല വൈബ് ടീമായിരുന്നു. കോഴിപ്പള്ളിന് നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവരിവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മാളവികയുടെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇവരുടെ മാരേജ് നടക്കാൻ പോകുന്നത്. അതും പോരാഞ്ഞിട്ട് ഇവർ കളിക്കൂട്ടുകാരും കൂടിയാണ്. നമ്മുടെ കുഞ്ഞുനാൾ തൊട്ടേ നമുക്ക് അറിയാവുന്ന ഒരാളെ ലൈഫ് പാർട്ണറായി കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. നീ പോയോ? അതൊക്കെ അറിയിക്കാം. അതൊക്കെ അങ്ങനെ ഹെവി ലഹങ്കയും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ബ്രൈഡ് പോകുന്നത് പള്ളിയിലോട്ടാണ്. തിരുവല്ലയിലെ എടത്വ പള്ളിയിൽ വെച്ചിട്ടാണ് ഇവരുടെ മനസ്സമ്മതം നടക്കുന്നത്. അങ്ങനെ പള്ളിയിലോട്ട് പോകുന്ന വഴി അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ബ്രൈഡ് പള്ളിയിലോട്ട് പോയി. ദേ ഞങ്ങളും പള്ളിയിലോട്ട് പോവുകയാണ്. ദേ ആ കാണുന്നതാണ് എടത്വ പള്ളി. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ വേറൊരു കല്യാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സമ്മതം ഇപ്പുറത്തുള്ള ഹാളിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നത്. അങ്ങനെ അവരുടെ മനസ്സമ്മതവും കഴിഞ്ഞ് അവരുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. നല്ല കിഡിലും ഫുഡായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയമോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫുഡും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ടായിരുന്നു പോയത്. അവിടെ നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈവനിങ് ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ നാട്ടിലോട്ട് വിട്ടു.
ദേ വീണ്ടും നമ്മൾ തിരുവല്ലയിൽ എത്തിയിരിക്കുന്നു. ഇന്നും നമ്മുടെ മാളവികയുടെ വെഡ്ഡിംഗ് ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നും നമുക്ക് മേക്കപ്പിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ആളുടെ ഗൗൺ എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. ആൾക്കത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഒരു മെസ്സി ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഇന്ന് മാളവികക്ക് കൊടുത്തത്. ഒരു സിമ്പിൾ നെക്ലേസ് ആണ് മാളവിക എന്ന് വെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സമ്മതത്തിന് സ്റ്റേ ചെയ്ത സെയിം ഹോം സ്റ്റേ തന്നെയാണ് ഇന്നും നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ ഈ 2 വർക്കിന് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് കനിയാണ്. നമ്മുടെ ബ്രൈഡ് അബ്രോഡാണ്. ആളൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ബ്രൈഡിന്റെ ഫാമിലിയൊക്കെ ഡൽഹിയിൽ സെറ്റിൽഡ് ആണ്. അവർ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. മനസ്സമ്മതത്തിന് മേക്കപ്പിന് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വെഡ്ഡിങ് നമുക്ക് എൻജോയ് ചെയ്യാൻ കുറേ ഫൺ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേക്കപ്പിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ കൊടുക്കുകയാണ്. ഈ ഒരു സെറ്റിംഗ് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഡ്രൈ ഔട്ട് ആവാൻ കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബ്രൈഡിനോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു നമ്മളൊരു ഫാന് കൊടുക്കുമായിരുന്നു ബ്രൈഡിന്റെ ഫേസിലോട്ടേക്ക്. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്രൈഡ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആൾക്ക് മനസ്സമ്മതത്തിന്റെ ലുക്കിനേക്കാൾ ഈ ഒരു ലുക്കാണ് കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഗൗണൊക്കെ ഇട്ടപ്പോഴേക്കും ആളെ കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നി? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എന്താ പറയണ്ടേ? മേക്കപ്പ് ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്ത്യൻ ബ്രൈഡാണിത്. അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്യുമ്പോഴുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ബ്രൈഡിന് വെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇന്ന് നമ്മുടെ ബ്രൈഡിൻ്റെ വെഡ്ഡിങ് നടക്കുന്നത് മനസ്സമ്മതം നടന്ന സെയിം പള്ളിയിൽ വെച്ചിട്ടാണ്, എടത്വ പള്ളിയിൽ വെച്ചിട്ട്. അങ്ങനെ ബ്രൈഡ് ഒരുങ്ങി പള്ളിയിലോട്ടേക്ക് പോയി. അതിന്റെ പുറകെ തന്നെ ഞങ്ങളും പള്ളിയിലോട്ടേക്ക് പോയായിരുന്നു. തിരുവല്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ഈ എടത്വ പള്ളി എന്ന് പറയുന്നത്. അങ്ങനെ ബ്രൈഡിനും ഗ്രൂമിനും നല്ലൊരു മാരീഡ് ലൈഫൊക്കെ വിഷയത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലോട്ടേക്കുള്ള വണ്ടി കയറി.